ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും കുട്ടുവാൻ്റെ പൊന്നൂസയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ മമ്മൂട്ടിയെക്കുറിച്ചുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. മമ്മൂട്ടി ആശുപത്രിയിൽ അഡ്മിറ്റഡ്, മമ്മൂട്ടിക്ക് തീരെ വയ്യ, മമ്മൂട്ടിയുടെ അസുഖ വിവരങ്ങൾ പുറത്ത് എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസറാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താണ് സത്യാവസ്ഥയെന്ന് പോകാം നമുക്ക് വീഡിയോയിലേക്ക്. 73-ാം വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി. മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു? മമ്മൂട്ടി കുറേ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തുന്നില്ല. നേരത്തെ ഷെഡ്യൂൾ ചെയ്ത ഷൂട്ടിംഗ് ഒക്കെ മാറ്റിവെച്ചിരിക്കുന്നു. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന 100 കോടിയിലധികം ചിലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്. അങ്ങനെ മമ്മൂട്ടിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്? ദുൽഖർ 1 മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ടെന്നാണ് വാർത്ത സജീവമായി കേൾക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു ട്വീറ്റ് വൈറലാകുന്നുണ്ട്. വരുണാർ എന്ന് പറയുന്ന പേരുള്ള ഒരാളാണ്. മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ടെന്നൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്താ സംഭവിച്ചത്? ക്യാൻസർ ബാധിതനാണോ? ഷൂട്ടിംഗ് മുഴുവനായി നിർത്തിവെച്ചോ? ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടോ? മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചു, ബ്രേക്ക് എടുത്തു എന്ന് പറയുന്നത് സത്യമാണ്. മമ്മൂട്ടിക്ക് കുറച്ച് നാളുകൾ കൊണ്ട് വോമിറ്റിംഗ് ഉണ്ട്, കുറച്ച് അകാരണമായിട്ടുള്ള വോമിറ്റിംഗ് ഉണ്ടായിരുന്നു. അടുത്ത ബന്ധുക്കൾ പറയുന്നത് അസറിലും അമൃതയിലും കാണിച്ചു, ഫുൾ ചെക്കപ്പൊക്കെ നടത്തി. അപ്പോൾ ബ്ലഡ് ചെക്കപ്പിലൂടെ എല്ലാം നടത്തി, ഒരു കുഴപ്പമില്ല. പിന്നെ കണ്ടെത്തിയത് ക്യാൻസർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. കോളൻ ക്യാൻസർ, കുടലിൽ ക്യാൻസർ ഉണ്ടെന്നാണ് കണ്ടെത്തിയത്. ഫസ്റ്റ് സ്റ്റേജാണ്. തുടർന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നൈയിലേക്ക് മാറ്റുകയായിരുന്നു. മമ്മൂട്ടിയുടെ മകൾ സുറുമിയുടെ ഭർത്താവ് അപ്പോളോയിലെ ഡോക്ടറാണ്. അവിടെ മെഡിക്കൽ ടീം വിശദമായി പരിശോധനകൾ നടത്തി. പേടിക്കേണ്ട കാര്യമില്ല, ആ പരിശോധനയിലൂടെ കോളൻ ക്യാൻസറാണ് കണ്ടെത്തുകയും ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന്. തുടർന്ന് മമ്മൂട്ടിക്ക് അഭിനയിക്കാൻ ഒരു കുഴപ്പവുമില്ല, റേഡിയേഷൻ മാത്രം മതി, കീമോ എടുക്കേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല, ആരും ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് മെഡിക്കൽ ടീം അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ മമ്മൂട്ടി തിരികെ എത്തും, ഒരു കുഴപ്പവും ഉണ്ടാകില്ല. നിർത്തിവെച്ചിരിക്കുന്ന ഷൂട്ടിംഗ് ഒക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അടുത്ത മാസം തന്നെ ബാക്കി ഷൂട്ടിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് കോളൻ ക്യാൻസറിൻ്റെ സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കോളൻ ക്യാൻസർ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഇത് തന്നെയാണ്, ഭയക്കേണ്ട ഓരോ കാര്യം തന്നെയാണ്. പുള്ളിക്കാരൻ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഏത് ക്യാൻസറും ഫസ്റ്റ് സ്റ്റേജ് ആദ്യമേ ചികിത്സിച്ചാൽ ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സത്യം പോലെയാണ് ഈ കാര്യവും സത്യമാണ്. ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല, പൂർണ്ണ ആരോഗ്യവാനായിട്ട് തന്നെ തിരിച്ചു വരും. ഞാൻ കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചും ഞാൻ കുറച്ച് സർജറികൾ ചെയ്ത, അപ്പോൾ ഇത് വെച്ചും ഞാൻ പറയാം. അതിൻ്റെ ലക്ഷണങ്ങൾ ആരെ ഭയപ്പെടുത്താനോ ഒന്നും അല്ല പറയുന്നത്, അതിൻ്റെ ലക്ഷണങ്ങൾ കുറച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായി ഇതിൻ്റെ ലക്ഷണങ്ങൾ ആരംഭ സ്റ്റേജിൽ ഉണ്ടായിരിക്കുന്നതല്ല. പലപ്പോഴും ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നത് സ്റ്റേജ് 2-ലോട്ടോ 3-ലോട്ടോ കടക്കുമ്പോഴാണ്. അതിൻ്റെ പ്രധാനമായി വരുന്നത് മലത്തിലൂടെ, മോഷനിലൂടെ ആണ് ഉള്ള രക്തം കാണൽ. ഒരു രോഗി മോഷൻ പോകുമ്പോൾ നോർമലി പോകുന്നതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട രീതിയിൽ മോഷൻ പോവുക, മോഷൻ്റെ അളവിൽ വ്യത്യാസം വരിക, മോഷൻ പോയാലും പോയി കഴിഞ്ഞതായിട്ട് തോന്നാതിരിക്കുക, മോഷനിൽ ബ്ലഡ് കാണുക, അതുപോലെ ചുവപ്പ് കളറിലോ കറുപ്പ് കളറിലോ കാണുക, അതുപോലെ തന്നെ മോഷൻ പലപ്പോഴും പല തവണ പോവുക, ഇതൊക്കെയാണ് സാധാരണയായി കാണുന്നത്. മോഷനിൽ കഫ് അല്ലെങ്കിൽ സ്മെല്ലോടുകൂടി ബ്ലഡ് ദ്രാവകം പോവുക, ഇതെല്ലാം തന്നെ കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല, ഇതൊക്കെ തന്നെയാണ് കോളൻ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. ഇപ്പോൾ എല്ലാവർക്കും തന്നെ എല്ലാത്തരം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളും ഏകദേശം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിലുള്ള ജീവിത രീതി നയിക്കുക. സിഗരറ്റ് വലി, മദ്യപാനം, പിന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ ഉപയോഗം, ബേക്കറി ഐറ്റംസ് ഇതെല്ലാം മാറ്റി നിർത്തുക. ആവശ്യത്തിന് വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സിഗരറ്റ് മദ്യപാനം അല്ല ഉദ്ദേശിച്ചത്, ബേക്കറിയോ ഫാസ്റ്റ് ഫുഡിൻ്റെ ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ നല്ല എക്സസൈസ് ശീലമാക്കുക, ഇതൊക്കെയാണ്. പിന്നെ എല്ലാവരോടും നന്നായിട്ട് ചിരിക്കുക, നല്ല സന്തോഷത്തോടെ ഇരിക്കുക, എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.